വാപ്പ പള്ളിയിൽ സ്ഥിരമായിട്ട് പോകുമ്പോ എപ്പോഴും ജമാഅത്തിന് വരുന്ന ഒരു പയ്യനുണ്ട്. വാപ്പക്ക് വലിയ ഇഷ്ടമായി. അങ്ങനെ വാപ്പ എന്ത് ചെയ്തു? മകൾക്ക് കല്യാണക്കാര്യം അന്വേഷിച്ചു. നല്ല അടിപൊളി കല്യാണമൊക്കെ നടന്നു. അത്യാവശ്യം സ്വർണ്ണൊക്കെ വാപ്പ കൊടുത്തു, പയ്യന് വേണ്ട ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു, കല്യാണമൊക്കെ കഴിഞ്ഞു. പക്ഷെ 1-2 മാസം കഴിഞ്ഞപ്പോഴേക്കും മകളുടെ മാനസികാവസ്ഥ ആകെ സമനില തെറ്റാൻ തുടങ്ങി. അപ്പൊ മകൾക്ക് ഒരു സന്തോഷം കിട്ടുന്നില്ല. വിവാഹം കഴിഞ്ഞതിന്റെ ഒരു പ്രസരിപ്പൊന്നും മുഖത്തും കാണുന്നില്ല. അപ്പൊ വാപ്പ വല്ലാതെ ഇഷ്ടപ്പെട്ട് അന്വേഷിച്ചിട്ട് ഒക്കെ നോക്കിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് പള്ളിയിലൊക്കെ വരുന്ന പയ്യനാണല്ലോ. അപ്പോ ഈ വാപ്പയാണെങ്കിൽ ഈ മകനെ കുറിച്ചിട്ട്, മരുമകനെ കുറിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. സത്യത്തിൽ ഒരുപാട് റോങ് ആയിട്ടുള്ള ജീവിതശൈലി ഈ മരുമകനിലുണ്ട്, അതായത് ഈ പുയ്യാപ്പിളിലുണ്ട്. പക്ഷെ മോൾക്ക് അത് ഉപ്പാട് തുറന്നു പറയാനും വല്ലാത്ത മടി. കാരണം ഉപ്പ എപ്പം നോക്കിയാലും ഇവനെ കുറിച്ച് ഇങ്ങനെ പറയും. കറക്റ്റ് ജമാഅത്തിനെത്തും, ഖുർആനോതും, അതൊക്കെ ശരി തന്നെയാണ്, നല്ല കാര്യം തന്നെയാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് കൗൺസിലിങ്ങിന് വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ആ ഉപ്പയോട് ആ സത്യം പറഞ്ഞത്. എന്റെ പൊന്നാരുപ്പ, പള്ളിയിൽ വരുന്ന ആള് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഉഷാറായിരിക്കും, ഖുർആനത്തിലൊക്കെ ഉഷാറായിരിക്കും. പക്ഷെ അയാൾ ദാമ്പത്യ ജീവിതത്തിൽ നന്നായിക്കൊള്ളുന്നില്ല. ഞാനിത് നിസ്കരിക്കുന്നവരെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ നന്മ ചെയ്യുന്നവരെ കുറ്റം പറയുകയോ അല്ല. നമ്മളെ ചില ധാരണകളുണ്ട്. 5 നേരം പള്ളിയിലെ മുന്നിത്തെ സഫില എന്നുള്ളത്. പള്ളിയും പടച്ചോനും പള്ളിക്കാര്യത്തിലും ഒരു പക്ഷെ അവൻ നല്ലവനായിരിക്കും. പക്ഷെ ദാമ്പത്യ ജീവിതത്തില് ആ പള്ളിയിലെ മുന്നിലെ സഫിൽ നിന്നുകൊണ്ട് നല്ലവനായിക്കൊള്ളുന്നില്ല. നമ്മുടെ ചില നോട്ടങ്ങളാണ് ഇതൊക്കെ. കാരണം ആ കുട്ടി പറഞ്ഞ കുറേ വാക്കുകളുണ്ട്. അതിപ്പോ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല, കാരണം 5 നേരം നിസ്കരിക്കുന്നവനാണല്ലോ. നിസ്കാരം എന്നുള്ളത് ഇപ്പൊ ചില ആളുകൾക്ക് മാനസിക രോഗം വന്നിട്ടുണ്ടെങ്കിൽ പള്ളിക്ക് തിരിച്ചു വരാത്ത ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ ആളുകളുണ്ട്. മെന്റലി പ്രശ്നം വന്ന അവര് പള്ളിയിലത്തെ മുന്നിലെ സഫിലുണ്ടായിരിക്കും, തസ്ബീഹ്മാല കയ്യിലുണ്ടായിരിക്കും, പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമൊക്കെ കാണാം. അത് അയാൾ നല്ല മനുഷ്യനായതിന്റെ പേരിലോ അയാൾക്ക് ബുദ്ധിക്ക് പിന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി വന്നതിന്റെ പേരിലൊന്നല്ല. ഒരു മാനസിക അന്തരീക്ഷം സമനില തെറ്റിയപ്പോഴും പള്ളിയിൽ കാണാറുണ്ട്. നമ്മളൊക്കെ അങ്ങനെ കുറെ കാട്ടിക്കൂട്ടല പല കാര്യത്തിലും. പള്ളിയുടെ കാര്യം മാത്രമല്ല കേട്ടോ, ചില ബിസിനസിന്റെ കാര്യത്തില് ചില കല്യാണക്കാർ വന്നാൽ പറയും അവർക്ക് ഗൾഫിൽ 5 ഷോപ്പുണ്ട്, 6 ഷോപ്പുണ്ട്, ഭയങ്കര സംഭവമാണ്, ബിസിനസ്സിൽ ഭയങ്കര കഴിവ് തെളിയിച്ചവനാന്നുള്ളത്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് വളരെ സ്നേഹത്തോടു കൂടി, നമ്മളൊക്കെ മക്കളാണല്ലോ, ബിസിനസ്സിൽ കഴിവ് തെളിയിച്ചെന്ന് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ബിസിനസ് മൈൻഡ് വെച്ചിട്ട് നിങ്ങളെ പ്രിയപ്പെട്ട മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്. അയാൾ ബിസിനസ്സിൽ ഉഷാറായിരിക്കും, നമ്പർ 1 ബിസിനസ്സുകാരനായിരിക്കും. പക്ഷെ ദാമ്പത്യ ജീവിതം അയാൾ ബിസിനസ്സിലേക്കാണ് കൊണ്ടുപോവുക. അത് വലിയ വിഷയമാണത്. എല്ലാ കാര്യത്തിലും ഒരുപാട് കേസുകൾ നമ്മുടെ അടുത്ത് വന്നതുകൊണ്ട് പറയാണ്. അപ്പൊ പള്ളിയിൽ 5 നേരം പോകുന്നുണ്ടെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വരുന്ന ഡോക്ടറാണെന്ന് വെച്ചിട്ടൊന്നും ദാമ്പത്യ ജീവിതം വിജയിച്ചോളുന്നില്ല. ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരു ശരീരങ്ങൾ ഒരു മനസ്സായിട്ട് ജീവിക്കേണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകാരങ്ങളൊക്കെ കൊടുക്കണം. ആ അംഗീകാരം കൊടുക്കാതെ ഞാൻ പള്ളിയിൽ പോയി നിസ്കരിച്ചു വന്നിട്ട് എനിക്ക് യാതൊരു വിലയില്ലാതെ എന്റെ ഭാര്യയോട് പെരുമാറുന്നുവെങ്കിൽ അത് നല്ലൊരു ദാമ്പത്യമൊന്നുമല്ല. പള്ളിയിൽ പടച്ചോനോട് ചിലപ്പോൾ ഞാൻ ഭയങ്കര ദയല്ല, പടച്ചോന്റെ മുമ്പിൽ ഭയങ്കര താഴ്മൊക്കെ ഞാൻ കാണിക്കും. പടച്ചോനാണല്ലോ അല്ലേ? ഖുർആൻ ഓതുമ്പോൾ നല്ല അച്ചടക്കത്തിലൊക്കെ ഇരിക്കും. പക്ഷെ എന്റെ വീട്ടിൽ വന്ന പലപ്പോഴും ഭാര്യയെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു കേടാ. പല കുടുംബത്തിലുണ്ട്. ഇവിടെ ആണുങ്ങൾ തീരുമാനിച്ചാൽ മതി, പെണ്ണുങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം വേണ്ട. അതുപോലെ തന്നെ ആണുങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് പെണ്ണുങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഞങ്ങളുടെ തറവാട്ടുകാർ അങ്ങനെയാണ്, ഓലക്കേലെ തറവാടാണ് അതൊക്കെ. അങ്ങനെയൊക്കെ ഏത് മത പഠിപ്പിച്ചിട്ടുള്ളത്? അങ്ങനെ കുറെ വിഷയങ്ങൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പെണ്ണിനെ അങ്ങോട്ട് എല്ലാത്തിനും കയറയച്ചു വിടണമെന്നല്ല. അവര് നമ്മുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ്. അവിടെ ആ ഭാഗമാകുമ്പോൾ അവരെല്ലാം ചർച്ചകളിലേക്ക് ഒന്ന് പങ്കെടുപ്പിക്കുക, അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുക. എന്ന് പറഞ്ഞാല് പുറത്തുനിന്നുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി കസാരയിട്ട് ഇരിക്കണം എന്നല്ല. നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്ന് ചോദിച്ചുവിടാം മക്കളോട്. അത് പലപ്പോഴും ഈ പറഞ്ഞ വലിയ സുജായികൾ ചോദിക്കാറില്ല. എല്ലാം ചോദിക്കണം. എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കണം, അവരെ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം. അല്ലാതെ വെറും കുറെ കുട്ടികളെ പ്രസവിക്കാനുള്ള ഒരു ഉപഭോഗ വസ്തുവായിട്ടോ ഒരു കളിപ്പാവായിട്ടോ ഒന്നും കൊണ്ട് നടക്കരുത്. ഇതിങ്ങനെ പറയാൻ കാരണം ഇപ്പോഴും നേരം വെളുക്കാത്ത കുറെ ഫാമിലികളുണ്ട്. അവരെ കടുംപിടുത്ത, അവര് തറവാടിന്റെ മഹിമ, ഞങ്ങളുടെ തറവാട് എന്ന് പറഞ്ഞ ഒലക്കമ്മലെ തറവാടാന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് തറവാട്? ആ തറവാടിനെ കുറിച്ച് പുറത്ത് ചോദിച്ചാലേ അറിയുള്ളൂ. എന്റെ വീട്ടിലത്തെ കുറ്റങ്ങളോ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളോ എനിക്കറിയില്ല, മറ്റുള്ളവർക്ക് അറിയുള്ളൂ. അതുപോലെ നമ്മൾ ഈ തറവാട് മഹിമ പറയുന്നതിനപ്പുറം നമ്മുടെ കൂടെ ജീവിക്കുന്നവർ ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണന കൊടുക്കണ്ടേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യം എന്താണെന്നറിയോ, ഒരുപാട് കേസായി ഇങ്ങനെ വരുന്നത്. വാപ്പ ബിസിനസ് നോക്കി കെട്ടിച്ചതാണ്, അല്ലെങ്കിൽ വാപ്പ ഭയങ്കര ദീന് നോക്കി കെട്ടിച്ചതാന്ന് പറഞ്ഞിട്ട് നീ എല്ലാം വേണം, വേണ്ടാന്നല്ല, ദീന് നോക്കണം, മതം നോക്കണം, ആശയങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. പക്ഷെ വെറും പള്ളിയിലെ മുന്നിലെ സഫിൽ നിൽക്കുന്ന ആളാണെന്നുള്ള ഒരു പരിഗണന മാത്രം നോക്കരുത്. അവന്റെ ജോബ്,
അവൻ ജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു. പല ആളുകളുണ്ട് പള്ളിയിൽ വരും, നിസ്കരിക്കും, ഒക്കെ ശരിയാണ്, പക്ഷെ ജനങ്ങളോട് പെരുമാറാൻ അറിയില്ല, സംസാരിക്കാൻ അറിയില്ല, അവർ മിണ്ടാതെ അങ്ങ് പോകും. ഇതേ ശൈലി തന്നെ ദാമ്പത്യ ജീവിതത്തിൽ നമ്മുടെ മക്കളോട് അവരെടുക്കും. കാര്യമായിട്ട് സംസാരമൊന്നും ഉണ്ടാവില്ല. കിടപ്പറയിൽ അവരുടെ കാര്യങ്ങളൊക്കെ അവർ നടത്തും. പിന്നെ എന്തെങ്കിലും കുറച്ചു നേരം സംസാരിച്ചിരിക്കാനൊന്നും ഇവരെ കിട്ടൂല. അതായത് ഈ ജീവിതം എന്ന് പറഞ്ഞ് ചിലപ്പോൾ കുറച്ചൊക്കെ സംസാരിക്കേണ്ടി വരും, കുറച്ചൊക്കെ യാത്ര പോകേണ്ടി വരും, കുറച്ച് ചിരിക്കേണ്ടി വരും, കളിക്കേണ്ടി വരും. അങ്ങനെ ഇത് പരസ്പരം എന്താണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം എന്നൊക്കെ തിരിച്ചറിഞ്ഞ് എപ്പോഴും പറ്റിയിട്ടില്ലെങ്കിൽ കുറച്ച് ഒരാഴ്ചയിൽ കുറച്ച് നേരമെങ്കിലൊക്കെ അതിനു വേണ്ടി മെനക്കെടണ്ടേ. എനിക്ക് എന്റെ ജോബാണ് വലുത്, നിന്നെയും കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ കുട്ടികളെ പഠിച്ചു വളർത്താൻ വേണ്ടിയിട്ടാന്നൊക്കെ പറയും. കുട്ടികൾ ഉണ്ടായിട്ട് പോലും ഉണ്ടാവില്ല. നമ്മൾ ജീവിച്ചിട്ടല്ലേ കുട്ടികളെ വളർത്തുക. അപ്പൊ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, നമ്മുടെ മക്കളുടെ വിവാഹങ്ങള് അവരുടെ ഇഷ്ടങ്ങൾ കുറച്ചൊക്കെ നോക്കുക. എന്ന് പറഞ്ഞാൽ എല്ലാ തറ ആഗ്രഹങ്ങൾക്കും കൂടെ നിൽക്കണം എന്നല്ല. പലപ്പോഴും ഫാൾട്ട് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് മുന്നൊക്കെ ക്ലിനിക്കിൽ കൗൺസിലിങ്ങിന് വന്ന ചില കേസ് കുട്ടികള് പിന്നെ ഏതോ ഒരു തറവാട്ടിൽ പെട്ട ഒരുത്തന്റെ കാര്യം പോയി അന്വേഷിച്ചു വന്നപ്പോ കുട്ടിക്ക് വലിയ താല്പര്യം അവനോട് തോന്നിയില്ല. അവന്റെ കോലും അവന്റെ ശൈലിയും സംസാരമൊക്കെ. പെണ്ണ് കാണാൻ വന്നപ്പോ തന്നെ എനിക്ക് വേറെ ബന്ധം ചെല്ലും, എനിക്ക് 100% ഇഷ്ടമല്ലേ, ഇനി ഒരിക്കലും വേറെ ബന്ധത്തിലേക്ക് പോകൂല, സത്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സത്യപ്രതിജ്ഞ ചടങ്ങ് പോലെ ഒരു എന്താ പറയുക, ഒരു മാന്യതയില്ലാത്ത സംസാരം. അപ്പൊ കുട്ടി പറഞ്ഞത് ശരിയാവൂല എന്ന് പറഞ്ഞപ്പോ വല്യപ്പാക്ക് ഭയങ്കര വിഷമം. ആ തറവാട്ടരെ നമ്മൾ മാനം കെടുത്തി, അവരെ കുടുംബത്തിൽ നിന്ന് ഒരു അന്വേഷണം വന്നു, നമ്മുടെ ഭാഗ്യമാണ്, അപ്പൊ അതുകൊണ്ട് എന്ത് പണിയാ ചെയ്തു പറഞ്ഞാൽ ആ കുട്ടിയോട് വല്യപ്പ അത്രയേ പ്രായമുള്ള പക്വതയുള്ള മനുഷ്യൻ ഉണ്ടാതെ നടക്കുക. ആ കുടുംബത്തിന് മറ്റേ ആ തറവാട്ടിൽ നിന്ന് വന്ന ചെക്കനെ വിഷമിപ്പിച്ചു എന്നുള്ളത്. സ്വന്തം മകളുടെ മനസ്സ് വായിക്കാൻ അറിയാത്ത വല്യപ്പ, ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. അത് അവനെങ്ങനെ, അതായത് ഇപ്പൊ ഒരു തറവാട്ടിൽ എടുത്തുണ്ടായിട്ട് എല്ലാരും നന്നായിക്കൊള്ളുന്നുണ്ടോ? ഇവര് തറവാട് നോക്കല്. നമ്മുടെ മക്കളുടെ മനസ്സറിയാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ വല്യപ്പ വല്യമ്മ അതൊക്കെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, ബഹുമാനം ഒന്നും കിട്ടൂല. അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് മേഖല കണ്ടിട്ടോ, അല്ലെങ്കിൽ നന്നായി പഠിച്ചിരുന്ന ആളാണ്, അല്ലെങ്കിൽ ആള് ഭയങ്കര വസ്ത്രധാരണയില നടക്കാന്നൊന്നും പറഞ്ഞിട്ട് കെട്ടിക്കണം. തിരിച്ചും ഭയങ്കര കണ്ണുമാത്രം പുറത്തേക്ക് കാണിച്ചു നടക്കുന്ന കുട്ടിയാണ്, ആരോടും മുണ്ടൂല എന്നൊക്കെ പറഞ്ഞ് കെട്ടി കല്യാണം കഴിഞ്ഞതിന് ശേഷം കണ്ണല്ല അതിന്റെ അപ്പുറം കണ്ടിട്ട് ആകെ പ്രശ്നമായ കേസുകളുണ്ട്. ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോഴത്തെ അതിന്റെ പിന്നാലെ പോയി തീരുമാനം എടുക്കാതിരിക്കുക. ആണിന്റെ കാര്യത്തിലാണെങ്കിലും പെണ്ണിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്ന് വിശാല മനസ്സോട് കൂടിയിട്ട് ചിന്തിക്കുക, ഒന്ന് അന്വേഷിക്കുക. നമുക്കും നമ്മുടെ കുടുംബാന്തരീക്ഷത്തിനും അതും വേണമല്ലോ. നമ്മുടെ സാഹചര്യം പോലെയാണോ അവര് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതല്ലാതെ 24 മണിക്കൂറും കൂതറായി നടക്കുന്ന മോനെ കല്യാണം കഴിക്കുമ്പോ സാലിഹത്തായ പെണ്ണ് വേണം പറഞ്ഞ് നിങ്ങൾ നടക്കരുത്. അതേപോലെ തന്നെ ഒരു ലെവലും ഇല്ലാതെ കയറൂരി വിട്ടിട്ട് അവളുടെ ഇഷ്ടത്തിന് വസ്ത്രധാരണയും അവളുടെ ഇഷ്ടത്തിന് പോക്കും വരവൊക്കെ ഉള്ള പെൺകുട്ടിയാണ് കല്യാണം കഴിക്കുന്ന സമയത്ത് നല്ലൊരു സ്വാലിഹായ ചെക്കൻ വേണം നിങ്ങൾ അന്വേഷിക്കരുത്. സ്വാലിഹായ ചെക്കന് അവളും തമ്മിൽ യോജിക്കൂല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുവെങ്കിൽ ആദ്യമേ ആ രീതിയിൽ വളർത്തണം. ധാരോടുള്ള ദേഷ്യം കൊണ്ട് പറയല്ല, സന്തോഷം കൊണ്ട് പറയാണ്. ഇങ്ങനെയെങ്കിലും ഒരാൾ ചിന്തിച്ച് നമ്മുടെ കുടുംബത്തിൽ മക്കൾ നല്ല സന്തോഷത്തിൽ ജീവിക്കാൻ നമുക്കൊക്കെ സന്തോഷം തന്നെയല്ലേ. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആരും കുറ്റപ്പെടുത്തലല്ല, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. സ്നേഹത്തോടു കൂടി റസാൻ നിസാമി.